ഉറങ്ങാണോന്ന് എന്തോ നോക്കാൻ ഞാനൊന്ന് കണക്ക് കൂട്ടുകയായി. നമ്മളിപ്പോ എത്ര പ്രാവശ്യം പഠിച്ചു? ഭ്രാന്ത് പറയുന്നു. നമ്മൾ പഠിച്ചോ? എനിക്കെത്ര വയസ്സായി? വരുന്ന കഞ്ഞിയിൽ 90 കേട്ട നാളാ. നിനക്കോ? നിശ്ചയത്തിൽ 86 കൂടിയ ഞാൻ ജനിച്ചതിനു ശേഷം 12 പ്രാവശ്യം മരിച്ചു. എനിക്കിപ്പോ വയസ്സായി. നീയും 12 പ്രാവശ്യം മരിച്ചു. എനിക്കിപ്പോ വയസ്സ് 2. ഇതെന്നാ കൂട്ടാ? കൂത്തല്ല കാമാക്ഷി, സത്യമാണ്. നമ്മൾ പ്രതിനിമിഷം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ ജീവാണുക്കളെല്ലാം കുറേശ്ശെയായി മരിച്ചു കഴിഞ്ഞിരിക്കും. അവയുടെ സ്ഥാനത്ത് പുതിയവ ജനിച്ചു വളർന്നിരിക്കും. ആ കണക്കിന് 1784, അതായത് ഞാൻ 12 പ്രാവശ്യം മരിച്ചു കഴിഞ്ഞ് പിന്നെ പുതിയതായിട്ട് ജനിച്ചതിന് ശേഷം 6 വയസ്സായി. നീയും 12 പ്രാവശ്യം മരിച്ചു. നിനക്കിപ്പോ വയസ്സായി. ഇപ്പോഴും ജീവിച്ചുകൊണ്ടും ഇതെന്നു തീരും? ആലോചിക്കുന്നേ. ഇതെന്നാ പോരായ്മ? ഇതാര് വിശ്വസിക്കും? ഭൂമി ഉരുണ്ടതാണ്. നീ എങ്ങനെ വിശ്വസിക്കും? നീ എങ്ങനെ വിശ്വസിക്കും? കാമാക്ഷി, ഇതെല്ലാം ശാസ്ത്രമാണ്. വിശ്വസിച്ചാൽ എനിക്ക് സംശയമാണ്. മാഞ്ഞുപോയെ, പക്ഷേ മരിക്കും. അതിന് തെളിവില്ല. എല്ലാവരും മരിക്കുന്നുണ്ടല്ലോ. ഉണ്ടോ? എനിക്ക് സംശയമാണ്. എന്റെ അമ്മ മരിച്ചുവെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് എന്റെ അമ്മയെ പറ്റി നല്ല ഓർമ്മയുണ്ടല്ലോ. ജീവിച്ചിരിക്കുമ്പോഴും ആ ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കാമാക്ഷി തലകുഞ്ഞുങ്ങളുണ്ടായിരുന്നു. കണ്ടോ കണ്ടോ, കരയണു. നീ കരയാനല്ല അവരെ പ്രസവിച്ചപ്പോ നീ കരഞ്ഞു. വലിയ വായിലേ കരഞ്ഞു. മരിച്ചപ്പോഴും കരഞ്ഞു. മൂത്ത കുഞ്ഞിന് കലപ്പൻ വന്നപ്പോഴും കരഞ്ഞു. കാലടിച്ച് മരിച്ചപ്പോഴും കരഞ്ഞു. അങ്ങനെ എത്ര കരച്ചില് കരഞ്ഞതാ നീ? എന്റെ വിധി. അവരാരും പഠിച്ചിട്ടില്ല. നമ്മുടെ മനസ്സ് മങ്ങുന്നത് വരെ അവരെ മങ്ങാതിരിക്കും. പിന്നെ കാമാക്ഷി, ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു. കാലം എന്തൊന്നില്ല. ഇല്ല ഇല്ല, ജീവിതം മാത്രമേ ഉള്ളൂ. വയസ്സില്ല. നമ്മൾ ആദ്യം കണ്ടും
ഓർക്കുന്നില്ലേ? ഉണ്ട്. എല്ലാം ഓർക്കുന്നുണ്ട്. ആ ഓർമ്മയാണ് ജീവിതം. ആ ഓർമ്മ മറന്നേക്കും. വീണ്ടും ഓർമ്മകൾ ആവർത്തിക്കും. വെച്ചാലോ ഇപ്പോ പറയാനൊക്കുമോ? എന്റെ ബലമായ വിശ്വാസം നമ്മള് മരിക്കില്ല. ജനിച്ചാൽ മരിക്കാതിരിക്കുമോ? അതൊരു സാമാന്യ ധാരണയല്ലേ? പ്രത്യക്ഷമായ തെളിവ് സനാതനമായ തെളിവല്ല. 90 വയസ്സായി എനിക്ക് 18 വയസ്സായ നിന്നെ തെളിഞ്ഞ് കാണാമല്ലോ. എനിക്ക് നിങ്ങളെയും കാണാം. ആ കറുത്ത ചുരുണ്ട തലമുടിയും ആ കുസൃതി ചിരിയും ആ കള്ളത്തരവും കൊച്ചു കള്ളൻ. 90 വയസ്സായ കൊച്ചു കള്ളൻ. ആ ജീവിതവും അനുഭവിക്കുകയും ചെയ്യണം. കാമാക്ഷി, ഞാൻ കേട്ടത് ശരിയാണ്. കാമാക്ഷി സമ്മതിച്ചോ? ഇല്ല പറയണ്ട. ഞാൻ ദിവസങ്ങളായി ഉറങ്ങിയിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. ഇന്ന് ഞാൻ കുളിച്ചത് എന്തിനാണെന്നറിയോ? ഋതു എന്നറിയിക്കാൻ. എത്രയായി? 2. എന്റെ തെറ്റാണ്. ഇല്ല, എന്റേത് തന്നെ. കഥകിന്റെ സാക്ഷ്യം പുറത്തല്ലല്ലോ, അകത്തല്ലേ. പിന്നെ കല്യാണം തീർച്ചപ്പെടുത്തിയതോ? അതിന് എന്റെ സമ്മതം വേണ്ട. വല്യമ്മാവൻ വാക്കൊടുത്തു പോയത്രേ. അച്ഛനമ്മയെ സമ്മതിച്ചു. വല്യമ്മാന്റെ വാക്കാണ് അവസാനത്തെ വാക്ക്. എന്നാൽ അവസാനമായിട്ട് എനിക്ക് കാര്യം പറയാമായിരുന്നില്ലേ? ഞാൻ അമ്മയോട് പറഞ്ഞു. ഒരു കാര്യം അമ്മ കരഞ്ഞു. അറിഞ്ഞു, അമ്മ പറഞ്ഞു. അച്ഛൻ അമ്മയുടെ സംബന്ധക്കാരനായ നമ്പൂതിരിയാണ്. അതിൽ കഴിഞ്ഞ ഒന്നുമില്ല. അങ്ങേക്ക് ഒരു ഉത്തരവാദിത്തമേ ഉള്ളൂ, സംബന്ധം. എന്റെ സമ്മതം നടക്കുന്നതിന്റെ തലേന്ന് ഞാൻ തൂങ്ങി മരിക്കും. ഈ 1.5 ചൊരപ്പനകത്തെടുത്ത് കിട്ടി. അത് അവസാനമായി പറയാനാണ് ഞാൻ ബാലേട്ടനെ വിളിച്ചത്. അതിന് മാത്രം. എന്നെ ഓർത്ത് ബാലേട്ടൻ വിഷമിക്കേണ്ടത്. കാമാക്ഷി, എന്നാൽ ഞാൻ വന്നത് അവസാനമായി നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് പറയാനാണ്. എന്റെ കൂടെ വരും. ഞാൻ ബാലേട്ടന്റെ കൂടെ വരും. എവിടം വരെ? ജീവിതത്തിൽ അറ്റം വരെ. എന്നാൽ നാളെ കിഴക്കെഴുത്തുകാവിൽ ആകട്ടല്ലേ? നല്ല സൗകര്യമാണ്. വെളുപ്പിന് 2 മണിക്കൂർ തീവണ്ടിയിൽ നമുക്ക് നാളെ വിടാം. എങ്ങോട്ടാ ബാലേട്ട? മനായിലേക്ക്. അമ്മ പൊടിപ്പടി അടി വരുന്നുണ്ട്. അതെ, നാളെ കാവിൽ വെടിക്കെട്ട് കഴിയുമ്പോൾ നമ്മുടെ തീവണ്ടി ഒലവക്കോടി കഴിഞ്ഞിരിക്കും. പിന്നത്തെ വെടിക്കെട്ട് ഇവിടെയായിരിക്കും. ഞാൻ പറമ്പിലൊന്ന് പോയി. വയറ്റിന് വല്ലാതെ താഴും പുഴുങ്കറി കൂട്ടിയിട്ടാ ആയിരിക്കും.
കാലം മാറിയില്ലേ കാമാക്ഷി? അന്ന് പെണ്ണാങ്ങിന് പോയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കും ഒരു ഗവൺമെന്റ് സെക്രട്ടറി ആയി പെൻഷൻ പറ്റാമായിരുന്നു. നിനക്ക് തൂങ്ങിച്ചാകാമായിരുന്നു കാമാക്ഷി. അന്ന് സത്യത്തിൽ നീ തൂങ്ങിച്ചാകുമായിരുന്നോ? എന്നാ ചോദ്യമായത്? കൊല്ലം 55 കഴിഞ്ഞു, ഇനിയും സംശയം. ഉണ്ണികൃഷ്ണൻ അവനൊന്നുണ്ടായിരുന്നെങ്കിൽ. കരയാതെ കാമാക്ഷി, എല്ലാം വിധിയ. പിന്നെ നമ്മളെ സംബന്ധിച്ച് അവരാരും മരിച്ചിട്ടില്ലല്ലോ. ഇല്ലേ, ഇനി എന്താ ബാക്കിയുള്ളത്? നീയും ഞാനും അന്നും ഇന്നും. അല്ല, അന്ന് ഇവിടെ നിൽക്കുമ്പോ ഈ അടിവയറ്റിൽ അവൻ 1.5 മാസം വളർന്നു കഴിഞ്ഞിരുന്നു. ഇന്ന് മലായിലെ ഒരു ശവപ്പറമ്പിൽ അവന്റെ മുഖത്ത് 5 ആൾ പൊക്കത്തിൽ ഒരു തെങ്ങ് വളർന്നു കഴിഞ്ഞു. എന്താണ്ട് വീണു. തേങ്ങയായിരിക്കും, നോക്കിയേച്ചു വരാം. തന്നെ പോകണ്ട, ഇരുട്ട വല്ലോടത്തും തട്ടി വീഴും. ആ ബെസ്റ്റ് കാലഘട്ടത്തിൽ അവർ കണ്ടുപിടിച്ചത് എന്താണ് മനസ്സിലായോ? എന്ത് വൃത്തികെട്ട വീട്! ഇതിലെങ്ങനെ താമസിക്കും? എല്ലാം ചീതൾ തിന്ന് പഴകി ദ്രവിച്ചു. 18 വയസ്സ് വരെ നീ വളർന്നത് ഈ പത്തായക്കരയിലല്ലേ? അത് തൃപ്പാപ്പൂർ മൂപ്പ് വലിയ പട്ടാരല്ലേ. അണിഴം തിരുനാൾ ബാലമാർത്താണ്ഡവർമ്മ തിരുവടികൾ കൽപ്പിച്ചട്ടിപ്പേറായി ദാനം ചെയ്ത വലിയ പടവീടായിരുന്നു. എന്റെ വല്യമ്മാവൻ വടക്കുമുഖം കാര്യക്കാർ മല്ലൻ മാതേവൻ ആ തിരുവടികൾ ഇരുന്നറിഞ്ഞതായി പത്തായക്കര. കാമാക്ഷി, നീ ഒരു സ്റ്റേറ്റ് മാനുവലാണെന്ന് ഞാൻ ഇന്നേ വരെ അറിഞ്ഞില്ല. പക്ഷേ കാമാക്ഷി, ഇന്ന് ആ വലിയ പടവീട് മുക്കാലും മുനിസിപ്പൽ ചുമകാടാണ്. അന്ന് ഇരുന്നരുடைய തിരുവടികളുടെ തലമുറ ഇന്ന് കിടന്നുരുടുകയാണ്. അതിന്റെ ഒരു മുലക്ക് ഈ അടുക്കളത്തിലെ എന്തുമാകട്ടെ, ഏതായാലും ഇതൊരു വീടല്ല. മേൽക്കൂരയുള്ളതെല്ലാം വീടാണ്. 30 വർഷം മലയൻ ബംഗ്ലാവിൽ പരിചയിച്ചത്. ഇപ്പോ ഇത് പിടിക്കില്ലായിരിക്കാം, പക്ഷെ എന്ത് ചെയ്യും? ഇനി ഇത് പിടിച്ചേ ഒക്കൂ. ചിലപ്പോ ഈ വീടും മാറേണ്ടി വന്നേക്കാം. അതെന്താ? പുതിയ നാഷണൽ ഹൈവേ വരുന്നത് ഇതിലെയാണ്. കഷ്ടം. ഇനി എങ്ങോട്ട് മാറും? നമ്മൾ ഉണ്ടാക്കിയതെല്ലാം തീർന്നു. ഇനി ഒന്നുമില്ല. ആരാ അത് വെളിയില്? പോസ്റ്റ്മാൻ ആണെന്ന് തോന്നുന്നു. പോസ്റ്റ്മാനാണ്.